മതി 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 മതി. മാനുവൽ കഴിച്ചാ? വേണമെങ്കിൽ എടുത്ത് കഴിക്കട്ടെ. വേലക്കിടയിൽ 1000 പ്രശ്നങ്ങൾ നടക്കും. നീ അവൻ്റെ അടുത്ത് ഒന്ന് കഴിക്കാൻ പറ. ഒന്നും കഴിക്കണില്ലേ? എല്ലാവരും കഴിച്ചു വാ. അവന്മാരൊക്കെ നേരത്തെ കഴിച്ചിട്ട് പോയി. പിന്നെ അവരിച്ചിരി കലിപ്പാ, മുട്ടക്കാൻ നിൽക്കണ്ട. കഴിഞ്ഞ വർഷം ഇതുപോലെ ഒരുത്തം വന്ന് വെറുതെ സീനുണ്ടാക്കിയതാ. അവസാനം പണിക്കെന്നും പറഞ്ഞു വന്നവൻ്റെ ബോഡി പോലും കര കണ്ടില്ല. അതും സ്വന്തം കൂട്ടുകാരൻ്റെ. നോക്കിയും കണ്ടുമൊക്കെ നിന്നാൽ കൊള്ളാം. അവന്റെ പേര് ഡാനിയൽ. അവനെന്താണ് പറ്റിയെന്നറിയാതെ ഈ ബോട്ടിനി കരയ്ക്ക് പോവില്ല. ആരോടെന്ന് വെച്ചാ പോയി പറഞ്ഞേക്ക്. അവരിനിയും പ്രശ്നം ഉണ്ടാക്കാൻ വരുമോ? വരട്ടാ, വരുമ്പോ നോക്കാം. നീയല്ലാതെ ഇവന്റെ തള്ള ആരെങ്കിലും കേക്കട. അങ്ങനെ കുറിച്ച് അറിയണമെങ്കിലേ 5 കടപ്പുറത്തിറങ്ങി ചോദിച്ചു നോക്ക് അയാൾ ആരാണെന്ന്. ഇപ്പോഴയാൾ ഈ ബോട്ടിൽ വന്നിരിക്കുന്നത് എന്തിനാണെന്ന് നിനക്ക് അറിഞ്ഞൂടാ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞങ്ങളുടെ കടപ്പുറത്ത് കർക്കിടകത്തിൽ കടലേറുമ്പോൾ വീടെല്ലാം പോണത് പതിവാണ്. മാറി മാറി പറഞ്ഞ സർക്കാരുകൾ ഓരോന്നും പറഞ്ഞ് ഓരോ തവണയും പറ്റി. ആൾക്കാർ എപ്പോഴും അത് സഹിക്കൂലല്ലേ. ഒരു ദിവസം ഹാർബറിൽ എന്തോ ഫംഗ്ഷൻ ഒന്ന് MLA തന്നെ കൈ കിട്ടി. പിന്നെ പറയണോ? വെള്ളയിട്ട് വേർക്കാതെ തന്നെ നടന്നോ. ഓട്ടി വെച്ച് ഇങ്ങോട്ട് വരണമല്ല. ഇതിനൊരു പരിഹാരം പറഞ്ഞിട്ട് പോയാ മതി. അതിന് തീരുമാനം ഉണ്ടാക്കാൻ ഇവിടെ സർക്കാരുണ്ട്. നീ നിന്റെ കാര്യം നോക്കിയാൽ മതി. കൂടുതൽ ഷോ കാണിക്കാൻ വരണ്ട. ഓടാ. ഹാർബർ തോന്നിയ പോലെ ഉണ്ടാക്കിയോണ്ടല്ലേ ഈ വർഷം 8 പേര് മരിച്ചത്. മൊത്തത്തിൽ 67 പേര്. എന്നിട്ട് ഈ കടപ്പുറത്തോടെ നിറങ്ങാനുള്ള ധൈര്യം ഉണ്ടല്ലോ നിങ്ങൾക്ക്. ഞങ്ങളെ നോക്കി കൊഞ്ഞനും കുത്തല്ലേ സാറേ. ചോദിക്കാൻ ചെന്ന നാട്ടുകാരെ ഒതുക്കാൻ MLAയുടെ ആൾക്കാരിറങ്ങി. അവർക്ക് സ്ഥലം മാറിപ്പോയി. അന്ന് കട്ടയ്ക്ക് ഡാനിയുണ്ട് മുമ്പിൽ. മീൻ മണക്കുമെങ്കിലും നോട്ടിനും ബോട്ടിനും ഒക്കെ എല്ലായിടത്തും ഒരേ വില തന്നെയല്ലേ സാർ? നിങ്ങളുടെ ആരുടെയും വീട്ടിൽ നിന്നൊന്നും കൊണ്ട് കൊടുക്കണ്ട. അവകാശം ചോദിക്കുമ്പോൾ അടിക്കാൻ പാടുണ്ടോ സാറേ? ഈ കടൽ കയറിയിട്ട് ഇവിടെ നിന്ന് ഓടിയിട്ടില്ല. ഞങ്ങളെ നീയൊക്കെ ഇവിടെ നിന്ന് ഓടിക്കാൻ നോക്കുകയാണ്. മാറിയിരിക്കാൻ പറഞ്ഞില്ലേ? പോടാ.
കണ്ടതാണ് ഷോ. ബാക്കി ഞങ്ങൾ ഇലക്ഷൻ ടൈമിൽ കാണിക്കാം. നിന്നോടാരാ എൻ്റെ ഇടയിൽ ഒന്ന് കയറാൻ പറഞ്ഞു? അതിപ്പോ എന്നോട് ആരെങ്കിലും പറയണം. ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ കാണായിരുന്നു. പോടാ പോടാ. ആരടി നീ ഇത്തിരി പൂവ് കാൽമുളച്ച താമര ചാലമുണ്ടോ മുന്തിരി കണ്ണിൽ നാണമെന്തേ ആ ചുണ്ടില് കണ്ണാലെ കവരുന്നോളെ കല്ലാണോ നിന്റെ നെഞ്ചം കൽക്കണ്ട ചിരി തന്നോളെ കൊണ്ടോവാം നിന്നെ കാണാ ദൂരം നിന്റെ അന്നാരം പുന്നാരം കേൾക്കുവാൻ ഇവൻ പിന്നാലെ പിന്നാലെ നിൽക്കണ നിന്റെ ചങ്ങാത്തം കിട്ടുവാൻ പണ്ടേ ആശിച്ച് ദാഹിച്ച് പോയൻ പെണ്ണെ ആരടി നീ ഇത്തിരി പൂവ് കാൽമുളച്ച താമര ജാലമുണ്ടോ മുന്തിരി കണ്ണിൽ നാണമെന്തേ അച്ചുണ്ടില്ലേ ഇവിടെ പുതിയ പരിപാടി തുടങ്ങിയെന്ന് പറഞ്ഞു. ഇതോടെ നിർത്തിക്കോണം കേട്ടല്ല. നിന്നോട് ഞാൻ അവസാനമായിട്ട് പറയാ, ആ തള്ളയുടെ ഒരേ ഒരു പ്രതീക്ഷയാണ്, നശിപ്പിച്ചേക്കരുത്. കുറെ നേരം ആയല്ലോ, പള്ളിയിലോട്ട് തന്നെയാണോ എന്തോ. നമുക്കൊന്ന് റോബർട്ട് അണ്ണന്റെ വീട് വരെ പോകേണ്ടി വരും. ഞാൻ കൊണ്ടില്ല കടലും കാര്യങ്ങളൊക്കെ ഒത്തു വന്നിട്ടുണ്ട്. നിന്നെ പോൽ മറ്റാരെ ഉലകിൽ ഞാൻ തേടിയില്ല. പെടപെടക്കണതെന്താവോ തിളതിളക്കണതെന്താവോ ചിരിച്ചു മിണ്ടണ നേരത്തി നെഞ്ചാകെ തുഴയെറിയണ നേരത്ത് കുതിച്ച് തുള്ളണറോളമ്പോൾ തെറിച്ചു നിൽക്കുന്നതെന്താണ്? മുഴുത്തു പോയടി പ്രായം, കടുത്തു പോയടി മോഹം, സ്വപ്നകാലം. അപ്പൊ അമ്മേ, നമുക്ക് ചെറിയങ്ങളുടെ വീട് വരെ ഒന്ന് പോകേണ്ടി വരും. എന്തിന്? നമ്മുടെ ആൻസി കൊച്ചിന്റെ വീട്ടിലെ. ആരടി നീ ഇത്തിരി പൂവേ കാൽമുളച്ച താമര ജാലമുണ്ടോ മുന്തിരി കണ്ണിൽ നാണമെന്തേ അച്ചുണ്ടല്ലേ. എന്റെ കൈ കയറി പിടിച്ചു. സോറി പറടാ. പറയടാ. സോറി. ഇറ്റ്സ് ഓക്കേ. ഒരു മിനിറ്റ്, ഇവൻ എന്തിനാ ഇങ്ങനെ നടക്കണേന്ന് മനസ്സിലായോ? പുറകെ നടന്ന് ശല്യം ചെയ്യണമെങ്കിൽ പറഞ്ഞേക്ക്. ഞാൻ അവനെ. നിങ്ങൾക്ക് എന്താ പ്രശ്നം? എന്റെ പിറകെയല്ലേ നടക്കുന്നത്? എനിക്ക് കുഴപ്പമൊന്നുമില്ല.